തിരുവനന്തപുരത്ത് നിന്നും മറ്റൊരു വാർത്ത വരുന്നു. തിരുവനന്തപുരം വർക്കലയിൽ നിന്ന് വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ഒരു മകൾ വയോധികരായ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എന്ത് നാടാണിത്, എന്തൊരവസ്ഥയല്ലേ. വർക്കല അയിരൂർ സ്വദേശി സിജിയാണ് സ്വന്തം അമ്മയെയും അച്ഛനെയും വീടിന് പുറത്താക്കിയത്. മകളുടെ വീട്ടിൽ തങ്ങൾക്കും അവകാശമുണ്ടെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. സ്വന്തം വീട് വിറ്റ് 35 ലക്ഷം രൂപ മകൾക്ക് നൽകിയിരുന്നുവെന്ന് സദാശിവനും സുഷമ്മയും ഒക്കെ പറഞ്ഞു. എല്ലാ രക്ഷിതാക്കളും ഇതൊന്ന് കേട്ടുവെച്ചിരിക്കുന്നത് നല്ലതാ. ആദ്യം അവർക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഈ അച്ഛൻ സദാശിവൻ, അമ്മ സുഷമ എന്നിവർ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. അച്ഛനിപ്പോൾ എന്താ അവസ്ഥ? എന്താ മോള് പറയുന്നത്? എന്താ മോള് പറയുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി ചാകാമെന്നാണ് പറയുന്നത്. 2 ഓപ്പറേഷൻ കഴിഞ്ഞ നാക്ക്. അതുകൊണ്ട് അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. കളക്ടർ സാറ് എല്ലാം വായിച്ച് നോക്കിയിട്ട് നമ്മൾ കൊത്ത ഡോക്യുമെൻസും ഞങ്ങൾ കൊത്ത പോയ പണവും എവിടെ സഹായിച്ചതും ഇതെല്ലാം വായിച്ച് നോക്കിയിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഈ ഇത്രയും വായിച്ച് 35 ലക്ഷം രൂപ എൻ്റെ വേറെ ഒരു വീടും അവിടെ താമസിക്കാനാണോ കളക്ടർ പറഞ്ഞത്? അതെ, തന്നെ. നിങ്ങൾ അത് കളക്ടർ ഉത്തരവെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഉത്തരവാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവർ ഏറ്റടച്ചിരിക്കുന്നു, പൂട്ടിക്കളഞ്ഞ്. ഞങ്ങൾ 2 പേരും കൂടെ താമസിച്ചിരുന്ന വീട് വിറ്റ് അവർക്ക് കൊടുത്തു. 35 ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പൈസ ചെന്നാൽ ഞങ്ങളൊരു കൊച്ചു വീട് വെച്ച് എവിടെയെങ്കിലും താമസിച്ചു. ഇനി ഒരു മക്കൾക്കും നേരത്തെ കൂട്ടി സ്വത്തെഴുതി അങ്ങ് കൊടുക്കരുത്. നമുക്ക് പിടിവള്ളി ഇട്ടിട്ടേ എന്തും ചെയ്യാവൂ. കറക്റ്റ്. ആ അമ്മ പറഞ്ഞതിനകത്തെല്ലാം ഉണ്ട്. നമുക്കൊരു പിടിവള്ളി ഇട്ടിട്ടേ എന്തും ചെയ്യാവൂ. മകളാണ്, മകനാണ് എന്നൊക്കെ കരുതി സ്നേഹമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് എങ്ങനെയാണ് കാലം തിരിഞ്ഞു വരുന്നതെന്ന് ഉറപ്പില്ല. ആകെ ഇവർ താമസിച്ചുകൊണ്ടിരുന്ന വീട് വിറ്റ് 35 ലക്ഷം രൂപ മകളായ സിജിക്ക് കൊടുത്തു. ഒടുവിൽ സിജി ഇപ്പോൾ ഈ അച്ഛനെയും അമ്മയും അടിച്ച് പുറത്താക്കി, ഗേറ്റിന് പുറത്താക്കി എന്നാണ് അവർ പറയുന്നത്. എന്ത് കഷ്ടമാണല്ലേ. നമുക്കിപ്പം നമ്മളുടെ പ്രതിനിധി ചേരുന്നുണ്ട്, ആദിൽ പാലോട് നമുക്ക് ഒപ്പം ചേരും. ആദിൽ പാലോട്, വളരെ സങ്കടകരമായ വാർത്തയാണ്. ഇപ്പോഴും അവർ ആ വീടിന് പുറത്താണോ ആദിൽ ഉള്ളത്? ഇന്നലെ ബന്ധുവീടുകളിലേക്ക് പോലീസ് ഇടപെട്ട് ഇവരെ മാറ്റിയിരുന്നു. വളരെ വേദനിപ്പിക്കുന്ന കാഴ്ച. നമ്മൾ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ റിപ്പോർട്ടറിൻ്റെ സംഘം ഈ വർക്കല അയിരൂരേക്ക് പോയിരുന്നു. നമ്മൾ ആകെ സങ്കടപ്പെടുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത്. ഗേറ്റിന് പുറത്താണ് ഇവരുള്ളത്. മാത്രമല്ല നാട്ടുകാരാകെ കൂടി ഗേറ്റ് തള്ളിത്തുറന്ന് അകത്ത് കയറി ഈ അച്ഛനും അമ്മയും അകത്തുണ്ട്. പോലീസ് ഈ സിജിയോട് സംസാരിക്കുന്നുണ്ട്. 79 വയസ്സാണ് ഈ സദാശിവൻ എന്ന് പറയുന്ന അച്ഛൻ്റെ പ്രായം. 73 വയസ്സാണ് സുഷമ എന്ന അമ്മയുടെ പ്രായം. ഈ സദാശിവൻ ക്യാൻസർ രോഗിയാണ്. പലതവണ സർജറികൾ കഴിഞ്ഞ ആളാണ്. വലിയ ബുദ്ധിമുട്ടിലാണ് ഇവരുടെ ആരോഗ്യസ്ഥിതി ഉള്ളത്. ഹൃദ്രോഗിയാണ് ഈ അമ്മ സുഷമ. ആ രൂപത്തിൽ ഈ വീട്ടുവളപ്പിൽ കടന്നിട്ടും വീടിൻ്റെ വാതിലൊന്ന് തുറക്കാൻ പോലും ഈ സിജി തയ്യാറായില്ല എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്നൊരു കാഴ്ചയായിരുന്നു അയിരൂരിൽ നമ്മൾ കണ്ടത്. മാത്രമല്ല സിജിയോട് പോലീസ് അനുനയിപ്പിക്കാനുള്ള പലവിധ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും മകൾ വഴങ്ങുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല മകൻ്റെ വീട് തൊട്ടടുത്താണ്. പക്ഷേ മകൻ അവിടെ വന്ന് നോക്കിയെന്നല്ലാതെ ഇവരെ ഏറ്റെടുത്ത് കൊണ്ടുപോകാൻ തയ്യാറായുമില്ല. ആകെ 3 മക്കളാണ്. അതുകൊണ്ടാണ് വളരെ വിഷമത്തോടെ ഈ അമ്മ പറയുന്നത് സ്വന്തം വീട് വിറ്റിട്ട് 35 ലക്ഷം രൂപ ഈ മകൾക്ക് വീട് നിർമ്മിക്കാൻ കൊടുത്തിരുന്നു. പക്ഷേ മകൾ കൈയൊഴിഞ്ഞു. ഇങ്ങനെ ഒരു അവസ്ഥ ഇനിയൊരു മാതാപിതാക്കൾക്കും ഉണ്ടാകരുത്. ഒരു പിടിവള്ളി ഇട്ടിട്ടേ എന്തും എഴുതി കൊടുക്കാവൂ എന്നൊരു മറുപടിയാണ്. മക്കൾക്കൊക്കെ ഉള്ള സമ്പാദ്യം മുഴുവൻ എഴുതി കൊടുത്ത് വഴിയാധാരമായ 2 പേരെയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അവരുടെ പ്രതികരണമാണ് വേദനയുടെ. അച്ഛന് ക്യാൻസറാണ്. വായിൽ ക്യാൻസറായി അതിൻ്റെ സർജറി കഴിഞ്ഞ ആളാണ്. 2 സർജറി കഴിഞ്ഞ ആളാണ്. അതാണ് സംസാരിക്കുമ്പോൾ ഒരു അവ്യക്തതയുള്ളത്. അങ്ങനെ ബുദ്ധിമുട്ടുന്ന 2 പേരാണ് വയോധികരായ 70 വയസ്സ് പ്രായം, 70 വയസ്സ് കഴിഞ്ഞ 2 പേർ. അവരാണ് ഈ വിഷമം നമ്മളോട് പറയുന്നത്. ഇന്നലെ അങ്ങനെ കയറ്റാത്തതിനെ തുടർന്ന് അയിരൂർ പോലീസ് ഇടപെട്ട് ബന്ധുവീട്ടിലേക്ക് ഇവരെ മാറ്റിയിരുന്നു. ഇന്ന് സബ് കളക്ടറെ കണ്ട് വീണ്ടും ഇവരുടെ ആവശ്യം പറയുകയാണ്. 35 ലക്ഷം രൂപ സഹായിച്ചിട്ടുണ്ട്. ഒന്നുകിൽ തങ്ങളെ അവിടെ താമസിക്കാൻ അനുവദിക്കണം, അല്ലെങ്കിൽ ആ പണം തന്നാൽ തങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ഒരു വീട് വെച്ച് താമസിച്ചുകൊള്ളാം, അല്ലാതെ മക്കളെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല. പക്ഷേ പണമില്ല. ഉണ്ടായിരുന്ന പണം മുഴുവൻ മക്കൾക്ക് കൊടുത്തുപോയി എന്നതാണ്. സബ് കളക്ടറെ വീണ്ടും കണ്ട് ഇതിലൊരു തീർപ്പുണ്ടാക്കാനാണ് ഈ മാതാപിതാക്കളുടെ ശ്രമം. അരുൺ. ഓക്കെ, അതിൽ വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ആ മകളോടും മകനോടും ഒന്നേ പറയാനുള്ളൂ, അവർ വല്ലാതെ അലഞ്ഞാണ് നിങ്ങളെ പോറ്റിയത്. അവരുടെ ഉറക്കമില്ലാത്ത രാത്രികളിലാണ് നിങ്ങളുടെ പുഞ്ചിരികൾ വിരിഞ്ഞത്. അവരുടെ വേദനകളിലും അവരുടെ സങ്കടങ്ങളിലും അവരുടെ പട്ടിണിയിലുമാണ് നിങ്ങളുടെ വയറ് നിറഞ്ഞത്.
അവരുടെ ആകെയുള്ള സമ്പാദ്യം എഴുതിയാണ് നിങ്ങളിപ്പോൾ ഒരു കൂരയിൽ കിടക്കുന്നത്. അതൊന്നും മറന്നു പോകരുത്. അച്ഛന് ക്യാൻസറും അമ്മയ്ക്ക് വല്ലാതെ ഹൃദ്രോഗവും ഒക്കെയുള്ള ഒരു സാഹചര്യത്തിൽ 70 വയസ്സ് കഴിഞ്ഞ് ഇവരെ ഇനി ആര് നോക്കാനാണ്? നിങ്ങൾ പുറത്തിറക്കി വിട്ടാൽ അവരെവിടെ പോയാണ് അഭയം പ്രാപിക്കുക? എന്താണ് അവരുടെ വരുമാന മാർഗം? നിങ്ങളവരെ സംരക്ഷിച്ചു പിടിക്കേണ്ടവരല്ലേ? അതിൽ എന്തുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല?